നമ്മുടെ നാട്ടിൽ ഭരണം നടത്തുന്നത് ആരാണ്? സർക്കാരാണ് ഭരണം നടത്തുന്നത്, തർക്കമില്ല. നിങ്ങളെല്ലാവരും ഒറ്റ ഉത്തരം പറയും, നമ്മുടെ നാട്ടിൽ ഭരണം നടത്തുന്ന ആരെന്ന് പറഞ്ഞാൽ സർക്കാർ എന്നാണ്. എന്നാൽ ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇപ്പോൾ സർക്കാരിനെ നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, LDFന്റെ നേതാവ് എന്നുള്ള നിലയിൽ, CPMന്റെ നേതാവ് എന്നുള്ള നിലയിൽ. എന്നാൽ ഈ മന്ത്രിസഭയാണോ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ദൈനംദിന ഭരണകാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഈ മന്ത്രിമാരാണോ? മന്ത്രിമാർ അതിൻ്റെ നേതൃത്വം വഹിക്കുന്നു, മന്ത്രിമാർ അതിൻ്റെ വകുപ്പിൻ്റെ തലവന്മാരായിട്ട് നിൽക്കുന്നു എന്നല്ലാതെ നമ്മുടെ ഫയലുകളെല്ലാം നീക്കുന്നതാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭരണം ചലിക്കുന്നു എന്ന് പറയുന്നത്. ഫയലുകൾ നീങ്ങുന്നില്ലെങ്കിൽ ഭരണമില്ല, ഭരണം സ്തംഭനമാണെന്നാണ് പറയേണ്ടത്. അത് യാഥാർത്ഥ്യവുമാണ്. കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ ജനാധിപത്യ രീതിയിൽ ഫയലുകൾക്കാണ് ഏറ്റവും പ്രാധാന്യം. ഏതു കാര്യങ്ങളും രേഖാമൂലം ഉത്തരവുകളും നിർദ്ദേശങ്ങളും സർക്കാർ നടപടി പദ്ധതികളും എല്ലാം ഫയലുകളിൽ ഒതുങ്ങുകയാണ്. ഫയലുകൾ ചലിക്കുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ ഭരണങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ഫയലുകൾ ചലിപ്പിക്കുന്നതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് മന്ത്രിമാരല്ല, IAS ഉദ്യോഗസ്ഥന്മാരാണ്. ഓരോ വകുപ്പിൻ്റെയും തലപ്പത്തിരിക്കുന്ന അതിൻ്റെ സെക്രട്ടറിമാരായിട്ടും മറ്റുമൊക്കെ ഇരിക്കുന്ന IAS ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ ഈ ഫയലുകൾ ചലിപ്പിക്കുന്നതും ഭരണയന്ത്രം ചലിപ്പിക്കുന്നതും. രാഷ്ട്രീയക്കാർക്ക് ജനങ്ങൾ ഒരു അധികാരം കൊടുക്കുകയും കാലാകാലങ്ങളിൽ 5 വർഷത്തെ കാലാവധിക്ക് ഓരോരോ രാഷ്ട്രീയക്കാരെ ജനങ്ങൾ തിരഞ്ഞെടുക്കുകയും അവർ ഭരണത്തെ നേതൃത്വം വഹിക്കുകയും ചെയ്യണം. അതിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്ന ജോലിയാണ് യഥാർത്ഥത്തിൽ ഈ എക്സിക്യൂട്ട് ചെയ്തു പോവുക. അതാണ് എക്സിക്യൂട്ട് ചെയ്തു പോവുക എന്നുള്ളതാണ് ഈ രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യം. പക്ഷെ ഭരണം നടത്തുന്നത് അത് ഏത് രാഷ്ട്രീയക്കാർ വന്നാലും സ്ഥിരമായി ഒരു സംവിധാനമുണ്ട്, IAS ഉദ്യോഗസ്ഥന്മാരാണ്. അവരെ ചിലപ്പോൾ ഓരോ സർക്കാർ വരുമ്പോൾ ഓരോ വകുപ്പിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സ്ഥാപിക്കുമെന്നല്ലാതെ അവർക്ക് 5 വർഷ കാലാവധി കഴിഞ്ഞ് ഇറങ്ങി വീട്ടിൽ പോകാൻ പറ്റില്ല. അവർ ആ ഫയലുകൾ നോക്കണം, ആ സർക്കാർ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കണം. വകുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഒരു സർക്കാരിന്റെ താല്പര്യം അനുസരിച്ച് ഈ വകുപ്പിലുള്ള തലവനായ IAS മാറ്റി മറ്റൊരു വകുപ്പിൽ കൊണ്ടുവരും, അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യും. പക്ഷേ എങ്കിൽ IAS അടിസ്ഥാനപരമായി നമ്മുടെ ഭരണങ്ങൾ കൊണ്ടുപോകുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ IAS ഉദ്യോഗസ്ഥന്മാരുടെ ദാരിദ്ര്യം വളരെ കൂടുതലാണ്. പണം ഇല്ല, 5 പൈസ ഖജനാവിലില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഗുരുതരമാണ് നമ്മുടെ നാട്ടിൽ IAS ഉദ്യോഗസ്ഥന്മാരില്ല എന്ന് പറയുന്നത്. അങ്ങനെ IAS ഉദ്യോഗസ്ഥന്മാരില്ലാതിരിക്കുമ്പോഴാണ് നല്ല കഴിവുള്ള ചുണയുള്ള IAS ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് നിഷ്ക്രിയരാക്കി മാറ്റി നിർത്തുന്നതും വളരെ അപകടകരമായ പോക്കാണത്. ഒരുപക്ഷെ ആ നടപടികൾ ആവശ്യമായിരുന്നു, അനിവാര്യമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. സർക്കാരിൻ്റെ വെർഷൻ വെച്ച് നോക്കുമ്പോൾ ചില അച്ചടക്ക ലംഘനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ നടപടിയെടുക്കാൻ പറ്റില്ല എന്ന് പറയാം. അത് തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്യാം. പക്ഷേ IAS ഉദ്യോഗസ്ഥന്മാർ, ഞാൻ കണക്ക് പറയാം, നമുക്ക് 231 IAS ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ കേരളത്തിൻ്റെ ഭരണകാര്യങ്ങൾ അത്യാവശ്യം കൊണ്ടുപോകാൻ ആവശ്യമുള്ളത്. 230 അത്രയും തസ്തികകൾ നമുക്കുണ്ട്. പക്ഷേ ആ 231 പേരുള്ളിടത്ത് വേണ്ടിടത്ത് ഇപ്പോൾ വെറും 126 IAS ഉദ്യോഗസ്ഥന്മാർ മാത്രമാണുള്ളത്. ഇവർ തന്നെ പലപ്പോഴും പല ജോലികളിലും പെട്ട് ഇടയ്ക്ക് ഇപ്പം തിരഞ്ഞെടുപ്പ് വരുന്നു. ഇപ്പം 126 IAS ഉദ്യോഗസ്ഥന്മാരുള്ള ഞാൻ പറഞ്ഞല്ലോ, 231 വേണ്ടിടത്താണ് 126. അപ്പോൾ അവർക്ക് ഇരട്ടി പണിയാണ്. പല IAS ഉദ്യോഗസ്ഥന്മാർക്കും ഒന്നിലധികം വകുപ്പുകളുടെ ചുമതല, 5ഉം 6ഉം വകുപ്പുകളുടെ ചുമതലയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ പല വകുപ്പുകളുടെയും പ്രവർത്തനം നേരെവേ നടക്കുന്നില്ല. കാരണം ഒന്നിലധികം വകുപ്പുകളുടെ ചുമതലയുള്ളപ്പോൾ ഈ IAS ഉദ്യോഗസ്ഥൻ ഈ 6 വകുപ്പുണ്ടെങ്കിൽ 6 വകുപ്പ് ഓഫീസുകളിലേക്കും ഒരാഴ്ച എങ്ങനെ ഓടിയെത്തും? ഒരു ദിവസം ഒരു വകുപ്പിൻ്റെ ഓഫീസിൽ എത്തുക എന്നത് IAS ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചോളം വളരെ പ്രയാസമാണ്. അവർക്ക് അതിനേക്കാൾ ഉപരി കോൺഫറൻസുകളുണ്ട്, മീറ്റിങ്ങുകളുണ്ട്, മറ്റ് കാര്യങ്ങൾ ഇടപെടാനുണ്ട്, മറ്റ് ഫീൽഡിൽ പോകണം, കാര്യങ്ങൾ നോക്കണം, ഇങ്ങനെ ഒരുപാട് പണികളുണ്ട്. അപ്പോൾ ഒരാഴ്ച ഒരു വകുപ്പ് ഓഫീസിൽ പോലും വന്നിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമുക്ക് ഉള്ള IAS ഉദ്യോഗസ്ഥന്മാരെന്ന് പറയാം. കാരണം ഒരു IAS ഉദ്യോഗസ്ഥൻ 5ഉം 6ഉം വകുപ്പുകൾ, ചില 10 വകുപ്പുകൾ കൊടുത്തിട്ടുള്ള IAS ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത്, ഈ 126 IAS ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവർ തന്നെ ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. കാരണം വെച്ചാൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൺട്രോളിലാണ്. അവർ നിരീക്ഷകരായിട്ടും അങ്ങനെ ഇങ്ങനെ വോട്ടർ പട്ടികയുടെ ചുമതലക്കാരായിട്ടും അങ്ങനെ പല രീതിയിൽ മാറിപ്പെടും. ഈ വകുപ്പുകളുടെ കാര്യം നോക്കേണ്ട ഇതില്ല എന്നുള്ള തൽക്കാലത്തേക്ക് അതിൽ നിന്നും മാറി നിൽക്കാം. അപ്പോൾ ഈ നിരീക്ഷകരായിട്ട് പോകുമ്പോൾ അവർ കേരളത്തിന് വെളിയിലോട്ടും പോകാൻ പറ്റും.
മറ്റ് സംസ്ഥാനങ്ങളിലും നിരീക്ഷകരായിട്ട് പോകാൻ പറ്റും. അവർക്ക് വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുത്ത് മറ്റ് സംസ്ഥാനം, കാരണം ഇവിടെ രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദമില്ല, ഈ പണമില്ല എന്നുള്ള സമ്മർദ്ദമില്ല. കുറേ കാലമെങ്കിലും ആശ്വാസകരമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ ജോലി ചെയ്യാം. ധാരാളമാണ് ഇലക്ഷൻ ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ വാഹനത്തിന് വാഹനമുണ്ട്, താമസത്തിന് താമസ സൗകര്യമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. സ്വാഭാവികമായിട്ട് IAS ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അന്തിമമായി ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ ഭരണസ്തംഭനമാണ് നടക്കുന്നത് എന്നത് പച്ചയായ വ്യക്തമാണ് ഈ IAS ഉദ്യോഗസ്ഥന്മാരുടെ. എന്നിട്ട് നമ്മൾ ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ശാരദാ മുരളീധരനാണ്. നേരത്തെ പോയ വേണുവിന് പകരമായിട്ട് വന്നത് അവരുടെ പിന്നെ ഭാര്യയായ ശാരദാ മുരളീധരനാണ്. ഈ ശാരദാ മുരളീധരൻ തന്നെ വരാൻ സാധ്യതയില്ല. കാരണം അവർക്ക് സീനിയറായിട്ട് വേറെ 2 പേരുണ്ടായിരുന്നു. ആ 2 IAS ഉദ്യോഗസ്ഥന്മാർ സീനിയറായിട്ട് വന്ന ഉദ്യോഗസ്ഥന്മാർ അവരാരൊക്കെയെന്ന് പറഞ്ഞാൽ മനോജ് ജോഷിയും അതുപോലെ രാജേഷ് കുമാർ സിൻഹയും. ഈ 2 IAS ഉദ്യോഗസ്ഥന്മാരായിരുന്നു സീനിയറായിട്ട് ചീഫ് സെക്രട്ടറി ആയിട്ട് വരേണ്ടിയിരുന്നത്. പക്ഷെ അവർ ഡെപ്യൂട്ടേഷനിൽ അവർ വേറെ ജോലി നോക്കിപ്പോയി, വേറെ സംസ്ഥാനത്തിൽ വേറെ സ്ഥലത്തേക്കും പോയി. അപ്പോൾ ഇവിടെ സബ് സെക്രട്ടറി ആകാൻ സീനിയറായിട്ടുള്ള 2 പേരില്ലാതായി. അങ്ങനെയാണ് ശാരദാ മുരളീധരന് ചീഫ് സെക്രട്ടറി ആകേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ അതാണ് പറയുന്നത്, ഈ സീനിയറുമായിട്ട് വരുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഈ ഭരണത്തിന് കീഴിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് ഡെപ്യൂട്ടേഷനിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നതാണ് ഈ ഒരു ഉദാഹരണം തന്നെ നമുക്ക് നമ്മുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്ന പരമാർത്ഥം എന്ന് പറയുന്നത്. എന്നാലും ഇനി നമ്മൾ ഫയലുകളുടെ കാര്യം നോക്കാം. സെക്രട്ടേറിയറ്റിൽ മാത്രമായിട്ട് 3 ലക്ഷം ഫയലുകൾ കെട്ടിക്കിടക്കുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ലാസ്റ്റിൽ വരുന്ന കണക്കുകൾ. 3 ലക്ഷം ഫയലുകൾ. ഓരോ ഫയലും ഓരോ ജീവിതമാണ്. ആ ജീവിതം നിങ്ങൾ കെട്ടിപ്പൂട്ടി വെക്കരുത്. ചില അവതാരങ്ങൾ വരും, ഈ അവതാരങ്ങളെ വച്ചുപൊറിപ്പിക്കില്ല എന്നൊക്കെ മുഖ്യമന്ത്രി 8 വർഷം മുമ്പ് അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞതാണ്. വീണ്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും NGO യൂണിയന്റെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോഴും അത് വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രിക്ക് അത് ആവർത്തിച്ചുകൊണ്ടിരിക്കാനേ കഴിയുന്നുള്ളൂ. സ്വന്തം ഓഫീസായ സെക്രട്ടേറിയറ്റിനുള്ളിൽ 3 ലക്ഷം ഫയലുകളാണ് കെട്ടിക്കിടക്കുന്നത്. നോക്കാതെ ഈ ഫയലുകളിനെ ആര് നോക്കും? ഏത് ഉദ്യോഗസ്ഥന്മാർ നോക്കും? കൃത്യമായിട്ട് IAS ഉദ്യോഗസ്ഥന്മാർ ഈ ഫയലുകൾ പഠിക്കേണ്ടതാണ്. ഇവർക്ക് പഠിക്കാൻ കഴിയുമോ? ഈ 3 ലക്ഷം ഫയലുകൾ ഇവരിൽ എത്ര വർഷം കൊണ്ട് വായിച്ച് പഠിക്കും? പഠിക്കാതിരുന്നാൽ ഈ ഫയലുകൾ തോന്നും പോലെ ഒപ്പിട്ട് വിട്ടുകഴിഞ്ഞാൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന അപകടം എന്ത് ഗുരുതരമായിരിക്കും. നമ്മുടെ കേരളത്തിന്റെ നിലനിൽപ്പ് പോലും അപകടത്തിലാക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകില്ലേ? ആലോചിച്ച് നോക്കാം. നമ്മുടെ ഗവൺമെന്റ് എത്ര ഗതികെട്ട, എത്ര ഒരു കോഓർഡിനേഷൻ എന്ന് പറയുന്ന തരത്തിൽ നിവർത്തിയില്ലാത്ത ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് നമ്മൾ പിന്നെ കടം വാങ്ങിച്ചും തെണ്ടിപ്പറക്കിയും ശമ്പളവും അതുപോലെ പെൻഷനും കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർമ്മ വേണം. ഇനി നമ്മൾ ധനകാര്യ വകുപ്പിൽ 26,000 ഫയലുകൾ കെട്ടിക്കിടക്കുന്നതാണ് കണക്ക്. സെക്രട്ടേറിയറ്റിൽ 3 ലക്ഷത്തിൽ 26,000 ധനവകുപ്പിൽ മാത്രം കെട്ടിക്കിടക്കുന്നു എന്നാണ്. ധനവകുപ്പാണ് നമ്മുടെ നാടിൻ്റെ നാഡി എന്ന് പറയുന്നത്. ഈ ധനവകുപ്പിൻ്റെ ഓരോ ഫയലുകളും നീങ്ങിയാൽ മാത്രമേ ഓരോരോ കാര്യങ്ങൾ നടക്കൂ. നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ മുഴുവനും അതിൻ്റെ പണം കൊടുക്കുന്നതും അതിൻ്റെ കരാറുകൾക്ക് ഒപ്പിട്ട് കൊടുത്താൽ അവർക്ക് കൊടുക്കുന്നത്, ഇങ്ങനെ തുടങ്ങിയ വികസന പ്രവർത്തനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, സ്കൂളുകളുടെ കെട്ടിടം നടത്തിയാൽ സ്കൂളിൽ ഒരു ബെഞ്ച് ഉണ്ടാക്കിയാൽ ഇതെല്ലാം ഈ ധനവകുപ്പിൻ്റെ ഫയലിൽ കൂടിയാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ ധനവകുപ്പ് ഇത്രയും ഫയലുകൾ 26,000 ഫയൽ ഇങ്ങനെ കെട്ടിക്കിടന്നാൽ ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റ് പോലും ചലിക്കാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. ആലോചിക്കുക, നമ്മുടെ ഗവൺമെന്റ് എന്തോ വലിയ ഗവൺമെന്റ് ആണ്, വലിയ വിപ്ലവകാരികളാണ്, വലിയ പുരോഗമനവാദികളാണ്, ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളാണ്, ജനങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് വാചകമടിക്കുന്നതല്ലാതെ ഇതൊന്നും നടക്കുന്നില്ല. വല്ലാത്ത ഗുരുതരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ കടം വാങ്ങിച്ച് കൊണ്ടുപോവുകയാണ്. നമ്മൾ ഏകദേശം 37,512 കോടി രൂപയാണ് നമുക്ക് ആകെ വരുമാനത്തിന്റെ 3% എന്ന് പറയുന്നത്. 37,512 കോടി രൂപയാണ്. ഇതാണ് നമുക്ക് കടമെടുക്കാൻ പറ്റുന്ന തുക. നമ്മുടെ 3%, GDP-യുടെ 3%, ആകെ വരുമാനത്തിൻ്റെ 3%. പക്ഷേ അതിൻ്റെ ഏകദേശം പണം നമ്മൾ ഇതുവരെ ഡിസംബർ വരെയുള്ള നമ്മൾ കടം വാങ്ങി എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഡിസംബറിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വല്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. എങ്ങനെ കടമെടുക്കും? എവിടെ നിന്ന് കടമെടുക്കും? കോപ്പറേറ്റീവ് ബാങ്കുകളെയും അതുപോലെ ചെത്ത് വ്യവസായ ക്ഷേമനിധി ബോർഡുകളെയും കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡുകളെയും ഒക്കെ ഊറ്റിയെടുത്തു കഴിഞ്ഞു. KSEBയെ ഊറ്റിയെടുത്തു കഴിഞ്ഞു. ബീവറേജിനെ ഊറ്റിയെടുത്തു കഴിഞ്ഞു. ഇനി എവിടെ നിന്ന് എടുക്കും എന്ന അവസ്ഥയിലാണ്. വീണ്ടും അവരെ തന്നെ ഊറ്റാനാണ് ഇപ്പോൾ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ പൊതുവിൽ നമ്മൾ എന്തൊക്കെ വാചകങ്ങൾ അടിച്ചാൽ എന്നാൽ ധൂർത്തിന് യാതൊരു കുറവുമില്ല.
ഇപ്പോൾ എൻ്റെ കേരളം എന്ന പദ്ധതി മരുമകൻ മന്ത്രിയെ ബ്രാൻഡഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി കൊണ്ടുവന്നു. എൻ്റെ കേരളം, കാരണം ടൂറിസ്റ്റുകളൊന്നും വരുന്നില്ല. വയനാട് ദുരന്തം നടന്നതിന് ശേഷം കേരളത്തിൽ എന്തോ വലിയ അപകടമാണ്, അതുകൊണ്ട് ഇവിടെ ഒന്നും നടക്കില്ല, ആരും ടൂറിസ്റ്റുകൾ വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഒരു പദ്ധതി കൊണ്ടുവന്നു അദ്ദേഹത്തിനെ ബ്രാൻഡഡ് ആക്കാൻ വേണ്ടി. കാരണം മരുമകൻ മന്ത്രിക്ക് കേരളത്തിലെമ്പാടും നടന്ന് ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയും ഫോട്ടോ വരുത്തുകയും വീഡിയോ വരികയും മൈക്ക് വയ്ക്കുമ്പോൾ പറയാനും പറ്റുന്ന ഒരു അവസരം. അതാണ് എൻ്റെ കേരളം പദ്ധതി എന്ന് പറയുന്നത്. ബ്രാൻഡഡ് ആക്കുക, മന്ത്രിയെ ബ്രാൻഡഡ് ആക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി ഇപ്പോൾ ഈ 10 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. വെറും ധൂർത്താണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഒരു 5 ലക്ഷം രൂപയുടെ 1 ലക്ഷം രൂപയുടെ ബില്ല് പോലും കരാറുകാർക്ക് മാറിക്കൊടുക്കുന്നില്ല എന്നതും മറ്റൊരു കാര്യം. ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഗവൺമെന്റ് എങ്ങോട്ടാണ് പോകുന്നത്, കേരളത്തെ നയിച്ചുകൊണ്ട് പോകുന്നത് എന്നത് ഭയമായിട്ട് മാത്രമേ ചിന്തിക്കാൻ കഴിയൂ. എന്തായാലും നമുക്ക് ഈ എപ്പോഴും സിന്ധാവ വിളിക്കാം, ജയ് വിളിക്കാം, കൊണ്ടു നടക്കാം. പക്ഷേ കേരളം ഗുരുതരമായ അപകടത്തിലേക്ക് പോവുകയാണ്. ഞാൻ ഭയപ്പെടുത്തുകയോ ഒരു ഗവൺമെന്റിനെതിരായി കലാപം ഉണ്ടാക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയോ ചെയ്യുന്നതല്ല, യാഥാർത്ഥ്യം പറഞ്ഞു എന്ന് മാത്രം.